ഗൗരിദാസൻ നായർ ഇൻവെർട്ടർ കോമ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകർ എത്രമാത്രം മാറിയെന്നായിരുന്നു ഗൗരിദാസൻ ഇതൊക്കെ പറയുമ്പോൾ ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. നമ്മളൊക്കെ എന്ന് വെച്ചാൽ സർക്കാർ വഴി മാധ്യമപ്രവർത്തനം തുടങ്ങിയ ആൾക്കാരാണ്. നിങ്ങൾക്കറിയാം, കുറച്ചധികം കാലം ഞാൻ ആകാശവാണി, കുറച്ച് കാലം എന്ന് പറഞ്ഞാൽ ഒരു 17-18 വർഷം ഞാൻ ആകാശവാണിയിലെ വിവിധ നിലയങ്ങളിൽ ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പം ഞാൻ അവസാനം ഈ ആകാശവാണിയുടെ ഈ നാഗർകോവിൽ നിലയത്തിൽ ഇരിക്കുന്ന സമയത്ത് അവിടെ ചെന്നപ്പോൾ എനിക്ക് തോന്നി, അവിടെ വട്ടാര ചെയ്തികൾ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. തമിഴ് സ്റ്റേഷനാണ്, നിങ്ങൾ ഓർത്തോണം, അതായത് ലോക്കൽ ന്യൂസാണത്. അപ്പോൾ ഞാൻ നോക്കി കന്യാകുമാരിയിൽ ഒരു 4-5 ലക്ഷം മലയാളികളുണ്ട്. അപ്പോൾ ഇവർ ഈ വട്ടാര ചെയ്തികൾ കൂടാതെ ഒരു സിനിമാ പാട്ടുകൂടെ കേൾക്കട്ടെ. അപ്പോൾ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ ഷെഡ്യൂൾ ചെയ്തതോടെ വട്ടാര ചെയ്തികൾ വേറെ സമയത്തേക്ക് മാറ്റി. ഞാൻ പിറ്റേന്ന് കാണുന്നത് കന്യാകുമാരിയിലെ ഒരു സംഘം മത്സ്യത്തൊഴിലാളികൾ തേറുമായിട്ട് റേഡിയോ സ്റ്റേഷൻ്റെ മുന്നിൽ നിൽക്കുന്നതാണ്. നമ്മുടെ വാർത്ത മാറ്റിമറിക്കാൻ വേണ്ടി ഒരുത്തൻ തിരുവനന്തപുരത്ത് നിന്ന് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ്. മാത്രമല്ല, അന്ന് ദിനമണി എന്ന് പറയുന്നൊരു പത്രം ഇപ്പോഴും ഉണ്ടത്, നാഗർകോവിലിൽ നിന്ന് തമിഴ് പത്രം പ്രസിദ്ധപ്പെടുന്നുണ്ട്. ആ പത്രത്തിലെ ഏക്കുണർ ശരിയല്ലേ എന്ന് പറഞ്ഞിട്ടൊരു തലക്കെട്ടിലൊരു എഡിറ്റോറിയൽ വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു മലയാളത്തിലോ തമിഴിലോ ചീത്ത വിളിക്കുന്നതായിരിക്കും അവർ. പിന്നീട് അന്വേഷിച്ച് ഏക്കുണർ എന്ന് പറഞ്ഞാൽ ഡയറക്ടർ എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ഒരു തമിഴ് വാക്ക് പിടിച്ചു. അപ്പോൾ ഇവർ വന്ന് സ്റ്റേഷൻ പിക്കറ്റ് ചെയ്തു. ഇവർ ഇരുമ്പ് ഗേറ്റ് ചാടിക്കടക്കാൻ ശ്രമം നടത്തി. ഉടനെ ഉത്തരേന്ത്യയിൽ നിന്ന് വന്നൊരു സിംഗാണ് അവിടുത്തെ സെക്യൂരിറ്റി ഓഫീസർ. പുള്ളി പറഞ്ഞു, ഐ വിൽ ഷൂട്ട് ദം ഡൗൺ എന്ന് പറഞ്ഞു. ഞാൻ വെടിവെക്കരുത്, ഇവിടുന്ന് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, ഏതെങ്കിലും ഒരുത്തൻ ഈ കമ്പി വേലിയോ ഇരുമ്പ് വേലിയോ ചാടിക്കടന്നാൽ അവൻ്റെ ശവമായിരിക്കും പിന്നെ ആൾക്കാർ കാണുന്നത്. ഹിന്ദിയിൽ കുറേ ചീത്തയും പറഞ്ഞു, ആറാം സാദി എന്നൊക്കെ പറഞ്ഞു. ഞാനവൻ്റെ കയ്യിൽ തൂങ്ങി, കാര്യം റിവോൾവർ കയ്യിലെടുക്കാതിരിക്കാൻ വേണ്ടി. പിന്നീട് ഒരാഴ്ചയോടെ കഴിഞ്ഞപ്പം എന്നെ അവിടുത്തെ MP ആയ പൊൻ രാധാകൃഷ്ണൻ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. ഞാനൊരു മാധ്യമപ്രവർത്തനം എന്നുള്ളതിൽ എന്തിൻ്റെ MP മറുപടി പറയണം എന്ന് കരുതി ഞാൻ പോയില്ല. അദ്ദേഹം പിന്നീട് നിങ്ങൾക്കറിയാം BJPയുടെ മന്ത്രിയൊക്കെ ആയി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ഈ ഏറ്റുമുട്ടലും സംഭവമൊക്കെ പോകുന്നതിന് അപ്പുറം ഒരു വിശാലമായ ലോകത്തേക്ക് ഇറങ്ങിയാലോ എന്ന് വിചാരിച്ച് ഞാൻ ജോലി രാജിവെച്ച് തിരുവനന്തപുരത്തോട്ട് മടങ്ങി. ഇത് എന്നെ വലുതായിട്ട് ഈ നാഗർകോവിലെ പ്രശ്നങ്ങളൊന്നും ബാധിച്ചില്ല എന്നാണ് സത്യം. കാര്യം അന്ന് ഏഷ്യാനെറ്റിൻ്റെയൊക്കെ ചെയർമാനായിരുന്ന ഡോക്ടർ ജി മേനോൻ, നിങ്ങളൊരു റേഡിയോ സ്ഥാപനത്തിൽ തകർക്കേണ്ടതല്ല ഈ ജീവിതം എന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സർക്കാർ ശമ്പളം വാങ്ങിച്ച് ആകാശം നോക്കി മേഘങ്ങളെയൊക്കെ കണ്ട് നടക്കുക എന്തൊരു സുഖമുള്ള പണിയാണെന്നറിയാമോ, നമുക്കിഷ്ടമുള്ളപ്പോൾ ജോലി ചെയ്താൽ മതി, അതാണ് ഏറ്റവും രസമുള്ള കാര്യം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ രാത്രി നട്ടപ്പാതിര കഴിഞ്ഞ് അദ്ദേഹം പിന്നെയും നിർബന്ധിച്ചപ്പോൾ, ഈ നട്ടപ്പാതിര കഴിഞ്ഞാൽ നമ്മൾ ആരും സത്യം പറഞ്ഞു പോകും. ഈ പാതിരയ്ക്ക് അങ്ങനെ കുഴപ്പമുണ്ട്, പകൽ പോലല്ല നട്ടപ്പാതിര എന്ന് പറയുന്നത്. അപ്പോൾ ഞാനൊരു വൈകിയ വേളയിൽ അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങേക്ക് അത്ര നിർബന്ധമായിട്ട് വരുന്ന സമയത്ത് എന്നെ വിളിച്ചാൽ മതി, ഞാൻ വരാമെന്ന് പറഞ്ഞു. ഒരു ദിവസം രാവിലെ അദ്ദേഹം എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, യു ആർ അപ്പോയിൻറ്റഡ് ഇൻ പുളിയറക്കോണം, യു ക്യാൻ ഫിക്സ് ദ പേ, യു ക്യാൻ ഫിക്സ് ദ പോസ്റ്റ്, കം ടു പുളിയറക്കോണം എന്ന് പറഞ്ഞു. ഞാനൊരു തമാശയായിട്ടാണ് എടുത്തത്. അപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വിളി വന്നത്. എപ്പോഴും ബാത്റൂമിൽ വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. നിങ്ങളങ്ങനെ വിശ്വസിച്ചോളൂ. കാര്യം ഏഷ്യാനെറ്റിൽ ഈ തകതിമി എന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഒരു ഡാൻസ് പ്രോഗ്രാമാണ്. വിനീതും ഒക്കെ ജഡ്ജായിട്ട് വന്നൊരു പ്രോഗ്രാമായിരുന്നു, പോപ്പുലറായിരുന്നു. ഞാൻ ബാത്റൂമിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രാഥമിക കർമ്മമൊക്കെ നിർവഹിക്കുമ്പം തകതിമി ചുമ്മാ സമയം പോക്കാൻ വേണ്ടി അടിച്ചുകൊണ്ടിരുന്നു. കുറച്ച് നേരമായപ്പോൾ എനിക്ക് തോന്നി, ഇത് വെച്ചൊരു പ്രോഗ്രാം തുടങ്ങിക്കൂടെ. അന്ന് രാവിലെ ഞാൻ ഏഷ്യാനെറ്റിൽ പോയി തകതിമി എന്നൊരു പ്രോഗ്രാം തുടങ്ങി. ഒരു രഹസ്യം കൂടെ ബ്രാക്കറ്റ് ഇട്ട് പറയാം, അതിൽ ഒരു പ്രശസ്ത നർത്തകിയായിട്ട് വന്ന ആളിന്ന് മലയാള സിനിമയിൽ ഒരു അറിയപ്പെട്ട നടിയാണ്. ബാത്റൂമിൽ നിന്നൊരു നടി എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. പക്ഷേ ഒരു സംഭവം യാഥാർത്ഥ്യമാണ്. ഞാൻ പറയാൻ വന്നത് അതല്ല. ഞാൻ ആകാശവാണിയൊക്കെ വിട്ട് ടെലിവിഷനിലേക്ക് വന്നു. പക്ഷേ എനിക്ക് ടെലിവിഷനിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം ശരിക്കും ബോധ്യപ്പെട്ടത്. ഞാൻ എൻ്റെ ഉള്ളു തുറന്ന് നിങ്ങളോട് പറയുകയാണ്. ഞാൻ ഈ ആകാശവാണി കയറിയ കാലത്ത് ഡൽഹിയിലൊരു ട്രെയിനിങ്ങിന് പോയായിരുന്നു. ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനിലെ ഒരു വലിയ സായിപ്പാണ് നമ്മളെയൊക്കെ ട്രെയിൻ ചെയ്തത്. നമ്മുടെ ഫ്ലൈറ്റിലൊക്കെ കയറുമ്പോൾ ഡോണ്ട് ടേക്ക് യുവർ ഇമോഷൻസ് ബിയോണ്ട് ദിസ് പോയിൻ്റ് എന്നൊക്കെ പറയുന്ന പോലെ
നിങ്ങളുടെ വികാരവും നിങ്ങളുടെ പ്രശ്നങ്ങളും ഒന്നും ആകാശവാണിക്കകത്തേക്ക് കടത്തരുത് എന്ന് അദ്ദേഹം പറഞ്ഞു. എന്തൊരു ഗൗരവത്തോടെയാണ് ആളുകൾ ഇതിനെയൊക്കെ കാണുന്നത് എന്ന് ഞാൻ അമ്പരന്ന് പോയി. കാരണം ചെറിയൊരു പിഴവ് വരുത്തിക്കഴിഞ്ഞാൽ ജോലി പോകും എന്നുള്ള ഒരവസ്ഥ വരെയുള്ള ആകാശവാണി കാലത്താണ് ഞാനതിൽ ജോലി ചെയ്യുന്നത്. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന വാർത്ത വായിക്കുന്ന രാമേന്ദ്രൻ ചേട്ടൻ്റെ അവസാന ദിവസം, അതായത് അദ്ദേഹം അവസാനം വാർത്ത വായിക്കുന്നത് വൈകുന്നേരം 6:15 പ്രാദേശിക വാർത്തകളായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ മനുഷ്യൻ ഈ സമയത്ത് വാർത്ത വായിച്ച് മാറുന്നത് എന്നറിയുന്നത് ഒരു കൗതുകം കൊണ്ട് അദ്ദേഹത്തിൻ്റെ വാർത്താ മുറിക്ക് മുന്നിൽ ഞാനിങ്ങനെ കാത്തു നിന്നു. സാധാരണയിൽ അദ്ദേഹം ഈ വാർത്തയൊക്കെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഗൗരിക്കൊക്കെ അറിയാം, അദ്ദേഹം ഓരോ കോമയും കൊട്ടേഷനും ഒരു വരയ്ക്കും. ഓരോടത്ത് നിർത്തേണ്ട എവിടെയാണ്, കോമ എവിടെ ഇടണം, അങ്ങനെ ഏതോ ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം ചെയ്യാൻ പോകുന്ന ലാഘവത്തോടെ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം ഈ അവസാന വാർത്ത വായിച്ചിറങ്ങുന്നത് കണ്ടാൽ നമുക്ക് തോന്നും ഇനി ഒരു 60 കൊല്ലം കൂടി ഈ ആകാശവാണിക്കകത്ത് വാർത്ത വായിക്കാൻ അദ്ദേഹം ഉണ്ടാകും എന്ന്. അത്ര ഗൗരവത്തോടെയാണ് അദ്ദേഹം ഓരോ അക്ഷരവും പെറുക്കി ആളുകളെ വാർത്ത അറിയിച്ചത്. എന്നാൽ കുറേ കാലം കഴിയുന്നു, ഇതേ ആകാശവാണി രാമചന്ദ്രൻ മരിക്കുന്നു. ഞാൻ ടെലിവിഷൻ്റെ ഒരു ലൈവിൽ നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് PCR-ലിരിക്കുന്നൊരു പെൺകുട്ടി പറഞ്ഞു, ഒരു രാമേന്ദ്രൻ മരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ആരാ പാർട്ടി എന്ന് ചോദിച്ചു. പണ്ട് വാർത്തയൊക്കെ വായിച്ചുകൊണ്ടിരുന്ന ഒരാളാണെന്നാണ് കേട്ടെ. 46 കൊല്ലക്കാലം റേഡിയോയുടെ അകത്തളങ്ങളിൽ വാർത്ത വായിച്ച ഒരാളെക്കുറിച്ച് പോലും പുതിയ ജേർണലിസ്റ്റുകൾക്ക് അറിയില്ല എന്ന അവസ്ഥ. ഞാൻ പറഞ്ഞു, കുട്ടി ഗൂഗിളിലെങ്ങാനും പോയി, കുട്ടിയുടെ ആയുധം അതാണല്ലോ, ആ സെർച്ച് എഞ്ചിൻ വെച്ചൊന്ന് സെർച്ച് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ആമാശയത്തിനകത്തൊന്ന് കയറി നോക്ക്, ആശയം എത്ര വിപുലീകരിച്ച് പറഞ്ഞ ആളാണെന്ന് മനസ്സിലാവുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ രാമേന്ദ്രൻ ചേട്ടനെക്കുറിച്ച് കുറേ ആ ഫ്ലോറിൽ നിന്ന് പറഞ്ഞപ്പം ആ കുട്ടി ചോദിച്ചു, എങ്ങനെയാണ് ഇത്രയൊക്കെ അറിയുന്നതെന്ന് ചോദിച്ചു എന്നോട് ഇദ്ദേഹത്തെക്കുറിച്ച്. അത് അപ്പോഴെനിക്ക് മനസ്സിലായി ആ കുട്ടിക്ക് എന്നെക്കുറിച്ചും അറിയില്ല. അപ്പോൾ ഇതൊരു കേരളം ഇന്ന് നേരിടുന്ന, ഇപ്പോൾ പ്രമോദ് രാമനും ഒക്കെ ഇത് ഫീൽ ചെയ്യുന്നുണ്ടാവും. മാത്രമല്ല, നമുക്ക് ഗൗരവത്തോടെ ഒരു കാര്യത്തെ സമീപിക്കാൻ പറ്റാത്തൊരു കാലാവസ്ഥ ഇന്ന് ഈ മാധ്യമങ്ങളിൽ ഉണ്ട് എന്നത് നേരാണ്. മാത്രമല്ല, ഒരു ദിവസം ഞാൻ മഴവിൽ മനോരമയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഈ മനോരമ ദിനപത്രത്തിൻ്റെ അകത്തൊന്ന് കയറിപ്പോയി. അപ്പോൾ ആ പത്രത്തിൻ്റെ അകത്തിരിക്കുന്ന പല പുതിയ ചെറുപ്പക്കാരും ഇങ്ങനെ കഴുത്തൊടിഞ്ഞ് ഇരിക്കുന്ന പോലെ ഇരിക്കുന്നു. ഞാനതിലൊരു ചെറുപ്പക്കാരനോട് ചോദിച്ചു, എന്താ പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, ആകെ ഒരു ഫ്രസ്ട്രേഷൻ അതിനകത്ത് വന്നപ്പോൾ. ഞാൻ എന്തു പറ്റി? ഒന്നും ചെയ്യാനില്ല ഇവിടെ. ഞാൻ നിങ്ങളെന്താ ചെയ്യാൻ ഉദ്ദേശിച്ച്? അല്ല, അതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടില്ല. എന്താ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കുക. ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ അകത്ത് കയറി എന്ത് ചെയ്യണമെന്നും ആലോചിച്ചിട്ടില്ല. ആലോചിക്കാതിരുന്നിട്ട് അദ്ദേഹത്തിന് ഫ്രസ്ട്രേഷനാണെന്ന് പറഞ്ഞു. ഞാൻ പോയി ചീഫ് എഡിറ്ററോടുത്ത് പറഞ്ഞു, ഒരു 2 സൈക്കാട്രിസ്റ്റുകളെ കൂടി സ്ഥാപനത്തിന് വേണ്ടി വരും എന്ന് പറഞ്ഞു. ചികിത്സിക്കേണ്ടി വരും കുറച്ച് കഴിയുമ്പോൾ. എനിക്ക് മനസ്സിലായിട്ടുള്ള മറ്റൊരു കാര്യം, ആളുകളുടെ സംവേദനക്ഷമതയിലും അവർ വാർത്തകളെ സ്വീകരിക്കുന്ന രീതിയിലുമൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. 1993 ഡിസംബർ മാസത്തിലാണ് ഏഷ്യാനെറ്റിൽ ഞാൻ നമ്മൾ തമ്മിൽ എന്നുള്ള കേരളത്തിലെ ആദ്യത്തെ ടോക്ക് ഷോ ആരംഭിക്കുന്നത്. പ്രമോദാണ് ആദ്യത്തെ വാർത്ത വായിച്ച ആൾ ഏഷ്യാനെറ്റിൽ. അത് കഴിഞ്ഞ് ഒരു 2008 ആകുമ്പോൾ ഞാൻ ഏഷ്യാനെറ്റിൻ്റെ പടിയിറങ്ങുന്നു. കുറേ കാലത്ത് ഇടവേളയ്ക്ക് ശേഷം എനിക്ക് തോന്നി, നമ്മുടെ ആളുകൾ, കാര്യം എല്ലാ ചാനലിലും ഇഷ്ടംപോലെ ടോക്ക് ഷോകളും ചർച്ചകളും ഉണ്ട്, ഇങ്ങനെയൊരു സംവാദ പരിപാടിക്ക് ഇന്ന് പ്രസക്തിയുണ്ടോ എന്നറിയാൻ വേണ്ടി മാത്രം ആഴ്ചയിൽ ഒരു ദിവസം മാത്രം സംപ്രേഷണം ചെയ്ത ഈ സംവാദ പരിപാടി എല്ലാ ദിവസവും 24-ൽ സംപ്രേഷണം ചെയ്തു. ആളുകൾക്കൊരു മാറ്റവുമില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. ആദ്യത്തെ എപ്പിസോഡ് തന്നെ സോഷ്യൽ മീഡിയയിൽ 40 ലക്ഷത്തോളം ആളുകൾ കണ്ടു എന്നതാണ് സത്യം. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ പ്രേക്ഷകരിലല്ല പ്രശ്നം, നമ്മളിലാണ് പ്രശ്നം. നമ്മൾ പലപ്പോഴും അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ ഈ സമൂഹത്തിന് ഗുണം ചെയ്യുമോ എന്ന് നമ്മൾ പലപ്പോഴും ആലോചിക്കാൻ കഴിയുന്നില്ല. മത്സരം അതിൻ്റെ ഏറ്റവും പാരമ്യത്തിൽ നിൽക്കുന്ന അവസ്ഥയിൽ ടെലിവിഷൻ ചാനലിൻ്റെ ഉടമകൾ തമ്മിൽ പോലും കണ്ടാൽ സംസാരിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൈവഴുതി പോയി കഴിഞ്ഞു. നമുക്കറിയാം, കേരളം എന്ന് പറഞ്ഞാൽ ഗൗരി പറഞ്ഞതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് നടുവിൽ ജീവിക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഇപ്പോൾ പശ്ചിമേഷ്യയിൽ യുദ്ധം നടക്കുന്നു. പല ആളുകളും ചോദിക്കുന്നു, അവിടെ എവിടെയോ യുദ്ധം നടക്കുന്നതിന് അമ്മാവൻ്റെ കടലിടുക്ക് അടച്ചിട്ടുണ്ടെങ്കിൽ നമുക്കെന്ത് പ്രശ്നം, ഓർമൂസ് അവൻ്റെ അമ്മൂമ്മയുടെ എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ പറഞ്ഞുകൊണ്ട് നടക്കുക. ഇന്നലെ ഞാൻ ഒരു സംഭവം കേട്ട് ഞെട്ടിപ്പോയി.
കൊച്ചിയിൽ തേവര SH കോളേജിലെ ക്യാൻറ്റീൻ മാനേജർ സൂയിസൈഡ് ചെയ്തു. അദ്ദേഹം 2.5-3 മാസമായി ഈ തേവര കോളേജിലെ ക്യാൻറ്റീൻ അടച്ചിട്ടിരിക്കുകയാണ്. പിന്നെയും തുറക്കാൻ തീരുമാനിച്ചപ്പോഴാണ് ഗ്യാസ് കിട്ടുന്നില്ല. കടം കയറി മുടിഞ്ഞു. ഇങ്ങനെ 10-30 തൊഴിലാളികളുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ ആലോചിച്ച് വിഷണനായിട്ട് അദ്ദേഹത്തിൻ്റെ സ്റ്റോർ റൂമിൽ കയറി അദ്ദേഹം അങ്ങ് തൂങ്ങി മരിച്ചു. എനിക്കൊക്കെ അടുത്തറിയാവുന്നൊരു മനുഷ്യനാണ്. കൊച്ചിയിൽ ഞാൻ കണ്ട വ്യവസായി അല്ലാത്ത ഏക വ്യവസായി അദ്ദേഹമാണ്. അതായത് എല്ലാവരും നന്നായിട്ട് ഭക്ഷണം കഴിച്ച് സുഭിക്ഷമായിട്ട് ചിരിച്ച് പൈസ നിലയിലും കുഴപ്പമില്ല, മടങ്ങിപ്പോയാൽ മതി എന്ന് വിശ്വസിക്കുന്ന ഒരു കട്ടപ്പനക്കാരൻ. ആ മനുഷ്യൻ്റെ ജീവിതം ഒടുങ്ങി അവിടെ. ഞാൻ വളരെ കൂടുതൽ ആ മനുഷ്യൻ എന്താ സംഭവിച്ചത് എന്നറിയാൻ വേണ്ടി അന്വേഷിച്ചു. കാരണം ഞാൻ ആ ക്യാൻറ്റീനിൽ ചിലപ്പോഴൊക്കെ പോയി ഭക്ഷണം കഴിക്കുമായിരുന്നു. അപ്പോൾ പശ്ചിമേഷ്യയിൽ ഓർമോസ് കടലിടുക്ക് എൻ്റെ വികാരമല്ല എന്ന് ചിന്തിക്കുന്ന മലയാളിക്ക് മുമ്പിൽ ഒരു തൂങ്ങി മരണം. നമ്മൾ ആലോചിച്ച് നോക്കണം. ഒരു ലോകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മുടെ അടുക്കള ആക്രമിച്ച് കയറുന്നത് കൂടാതെ നമ്മുടെ ആളുകളുടെ ജീവൻ എടുക്കാൻ പോലും കഴിയുന്നൊരു സാഹചര്യം നിലനിൽക്കുന്ന സമയത്താണ് നമ്മളിത് ചർച്ച ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് കേരളം എന്ന് പറയുന്ന ഈ സംസ്ഥാനം വളരെയേറെ പ്രശ്നങ്ങളിലേക്ക് മുഖം കുത്തി വീഴുമോ എന്ന് ആശങ്കപ്പെടുന്ന ഒരാളാണ് ഞാൻ. നമുക്കറിയാം, കോവിഡ് കാലം കഴിഞ്ഞപ്പോൾ 2 ലക്ഷം മലയാളികൾ കേരളത്തിലേക്ക് മടങ്ങി. ഈ 2 ലക്ഷം മലയാളികൾ പലരും പശുവള്ളത്തിലേക്ക് പോയി, ചിലർ പെട്ടിക്കട തുടങ്ങി, പലരും രക്ഷപ്പെട്ടില്ല. ഇപ്പോൾ EMI അടയ്ക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുകയാണ്. കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ ഗൾഫ് നാട്ടിലെ മണി ഉയർത്തുന്ന സ്വാധീനം എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ട. ഇപ്പോൾ തന്നെ ഈ മാസം ഡിമാൻഡ് ഡ്രാഫ്റ്റുകൾ വന്നിട്ടില്ല, DD എത്തിയിട്ടില്ല. കാര്യം ഖത്തർ പോലെയുള്ള രാജ്യങ്ങളിൽ 10,000 ഖത്തർ റിയാലിനപ്പുറം അയക്കാൻ അവരനുവദിക്കുന്നില്ല. പല എമിറേറ്റുകളിലും റെമിറ്റൻസ് കൊടുക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഗൾഫ് നാടുകളിൽ സ്ഥിരമായി താമസിക്കാമെന്ന് വിശ്വസിച്ച പല മലയാളി സുഹൃത്തുക്കളോടും സ്വകാര്യമായി സംസാരിക്കുമ്പോൾ ഇത് നമ്മുടെ നാടല്ല എന്നവർ പറയുന്നു. കേരളത്തിലേക്ക് എത്രയും വേഗം മടങ്ങി വരണം എന്ന് പറയുന്നു. 1-2 ആളുകളാണോ? 40 ലക്ഷം ആളുകൾ ഈ കേരളം പോലെ കൊച്ചു സംസ്ഥാനത്തേക്ക് മടങ്ങി വന്നാൽ എന്തായിരിക്കും അവസ്ഥ? മാധ്യമങ്ങൾ ഗൗരവത്തോടെ കാണാതെ പോകുന്ന വിഷയമാണ്. യുദ്ധം വരുമ്പോൾ ഗൾഫ് നാടുകളിൽ കാറ്റൊന്നടിച്ചാൽ, ഇലയൊന്നനങ്ങിയാൽ നമ്മൾ ആകെ തകർന്നു പോകുന്ന സാഹചര്യം ഇന്നുണ്ട്. അവിടെയാണ് നമ്മൾ നമ്മുടെ ഈ മാധ്യമങ്ങളുടെ പങ്ക് പരിശോധിക്കുന്നത്. എനിക്കറിയാം, ഈ വാർത്താ ചാനലുകളും എൻ്റർടൈൻമെൻറ്റ് ടെലിവിഷൻ ചാനലുകളും ആവോളം കാണുന്ന ആളുകളുടെ വ്യത്യാസം ഞാൻ നന്നേ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു എൻ്റർടൈൻമെൻറ്റ് ടെലിവിഷൻ കാണുന്ന ഒരാൾ, ഫ്ലവേഴ്സോ ഏഷ്യാനെറ്റോ കാണുന്ന ഒരാൾ, അയാളുടെ കയ്യിൽ ഒരിക്കലും നമ്മൾ റിമോട്ട് കാണില്ല. അയാൾ റിമോട്ട് അവിടെ വയ്ക്കും. കാര്യം ഒരു പ്രോഗ്രാം, ഇപ്പോൾ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ അല്ലെങ്കിൽ ഏഷ്യാനെറ്റിലെ ഒരു സ്റ്റാർ സിംഗർ, ഈ പ്രോഗ്രാം കാണുമ്പോൾ അവർക്കറിയാൻ 1 മണിക്കൂർ ഡ്യൂറേഷനുണ്ട്, ആ ദൈർഘ്യത്തിൽ ഞാനിത് കാണുന്നു എന്ന്. എന്നാൽ വാർത്താ ചാനൽ കാണുന്ന ആൾ അസ്വസ്ഥനാണ്. അവൻ കയ്യിൽ തന്നെ റിമോട്ട് പിടിച്ചിരിക്കുക. പ്രമോദരാമൻ പ്രിയമുള്ളവരെ എന്ന് പറയുമ്പോൾ ഒറ്റ പെതുക്ക, ശ്രീകണ്ഠൻ നായർ അപ്പുറത്ത് എന്തെങ്കിലും പറയുന്നുണ്ടോ എന്നറിയാൻ ഇപ്പുറത്തേക്ക് ചാടിക്കളിക്കുന്നു. അത് കഴിയുമ്പോൾ ഗൗരിദാസ് നായരുടെ ചർച്ചയുണ്ടോ അപ്പുറത്ത്. ഇങ്ങനെ ചാടി നടക്കുന്നു. നമുക്ക് അത്ഭുതം തോന്നിപ്പോകും. ഈ 24 ഇങ്ങനെ സംപ്രേഷണം ചെയ്യുമ്പോൾ നമ്മുടെ ചാനലിലിരിക്കുന്ന ആളുകളെക്കാളും 24 മാത്രമല്ല മറ്റുള്ള ചാനലുകൾ മോണിറ്റർ ചെയ്യുന്ന അതിലെ പ്രേക്ഷകരാണ്. അവർ പറയുന്ന മുട്ട ഇപ്പോൾ ഒരു പരിപാടിയായിട്ട് ഇറങ്ങിക്കൊണ്ട് സൂക്ഷിച്ചോ എന്ന് ഇവൻ നമ്മളോട് പറയുക. അപ്പം മുട്ടകൾക്ക് വലിയ മാർക്കറ്റായി ഇപ്പോൾ കേരളത്തിൽ. നമ്മുടെ ആ സംവേദനക്ഷമതയിൽ മുട്ട വരുത്തുന്ന മാറ്റങ്ങളാണിപ്പം സമൂഹം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത്, കേരളത്തിൽ കുറച്ച് TV ചാനലുകളിലൂടെ വരുമെന്നാണ്. ഈ അടുത്തിടെ ഡൽഹിയിൽ വെച്ച് ഒരാൾ എന്നോട് പറഞ്ഞു, 5 ചാനലിനും കൂടെ പൊട്ടൻഷ്യലുണ്ട് ഇവിടെ എന്ന് പറഞ്ഞു. മാത്രമല്ല ഒരു മാധ്യമ സുഹൃത്ത് പറഞ്ഞു, കേരളത്തിൽ ഒരു 2-3 കോടി രൂപയൊക്കെ എടുക്കാനുള്ള മാർക്കറ്റ് ഇവിടെ ഉണ്ട്. ആകെ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും കൂടെ വീതം വെച്ച് കൊടുക്കുക. ഇപ്പോൾ നമ്മൾക്ക് സംഭവിക്കുന്ന യാഥാർത്ഥ്യം അറിയണം. അതായത് ഈ ടെലിവിഷൻ നിർമ്മിതിയുടെ ചെലവ് കൂടുകയും ആളുകളിപ്പോൾ ഒരു ക്ലയൻറ്റിൻ്റെ അടുത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ആ ക്ലയൻറ്റ് വിചാരിക്കും നിങ്ങളുടെ റേറ്റിങ്ങും പുണ്ണാക്കൊന്നും അവർക്ക് ആവശ്യമില്ല. 12 ചാനലുണ്ടെങ്കിൽ അങ്ങനെ 10 ലക്ഷം രൂപയുടെ എല്ലാവർക്കും കൂടെ വീതം വെച്ച് കൊണ്ടുപോയി തിന്നെ എന്ന രീതിയിൽ അവർ തരികയാണ്. അവിടെയാണ് ഈ വാർത്താ ചാനലുകൾ തമ്മിലിങ്ങനെ ഭയങ്കരമായ മത്സരം നടത്തി ഉള്ളടക്കത്തിൻ്റെ വില പോലും വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഒരേ സമയം മാനേജരും ഒരേ സമയം അവതാരകനും ആയതുകൊണ്ട് എനിക്കൊരു സത്യം ബോധ്യപ്പെട്ടിട്ടുണ്ട്. ജീവിതത്തിൽ ടെലിവിഷൻ അവതാരകൻ ഒരിക്കലും മാനേജരാകാൻ പാടില്ല. ഈ ദാമ്പത്യത്തിലും പ്രേമിച്ച് നടക്കുന്നതിലുമുള്ള വ്യത്യാസമാണ്. പ്രേമിച്ച് നടക്കുമ്പോൾ ഒരിക്കലും കാമുകനോട് ഇന്ന് 150 ഗ്രാം വെളിച്ചെണ്ണ വാങ്ങിച്ചുകൊണ്ട് വരുമോ എന്നൊരു കാമുകി ചോദിക്കത്തില്ല.
എന്നാൽ കല്യാണമൊക്കെ കഴിച്ച് വീട്ടിലോട്ട് കയറുമ്പം 500 ഗ്രാം പിണ്ണാക്കും 1 കിലോ വെളിച്ചെണ്ണയും വാങ്ങിച്ചുകൊണ്ട് വരാൻ പൈസ ഉണ്ടോ കയ്യിൽ എന്ന് ചോദിക്കുക. അവിടുന്ന് തുടങ്ങും ദാമ്പത്യത്തിലെ ശരി തെറ്റുകൾ എന്ന് പറയുന്ന പോലെയായത്. നമ്മളിങ്ങനെ ഫ്ലോറിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ പ്രമോദ് രാമനെതിരെ അടിക്കാനുള്ള കരുത്തൊക്കെ ഇങ്ങനെ നേടിക്കൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കും മറ്റേ അവിടെ നിന്ന് അയാൾ മറ്റേടത്ത് 1 കോടി എത്തിക്കാനുള്ള ദിവസം ഇന്ന കയ്യിലുണ്ടോ എന്ന് ചോദിക്കും. അപ്പോഴത്തേനും നമ്മുടെ സർവ്വശക്തിയും പോകും. പക്ഷേ ഞാൻ പറയുന്നത് ഈ മാറിയ കേരള വിഷൻ തന്നെ പലപ്പോഴും ഒരുപാട് നല്ല കാര്യങ്ങൾ ആളുകൾക്ക് സ്കോളർഷിപ്പ് കുട്ടികൾക്ക് കൊടുക്കുന്നു. പല പരിപാടിയിലും ഞാനും പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ ഈ പ്രക്ഷേപണം മാത്രമല്ല ഒരു ബ്രോഡ്കാസ്റ്ററുടെ കടമയെന്ന് കരുതുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഞാനിപ്പോൾ ഒരു പരിപാടി ആവിഷ്കരിച്ചിട്ടുണ്ട്, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. കേരളത്തിലിപ്പോൾ ഒരു 4 ലക്ഷം ആളുകൾക്ക് വീടില്ല. ഗവൺമെൻറ് 5 ലക്ഷം പേർക്ക് വീട് കൊടുത്തിട്ടുണ്ട് ലൈവ് മിഷൻ വഴി. എല്ലാവർക്കും വീട്. ഞാൻ ആദ്യം 2030 എല്ലാവർക്കും വീട് നിട്ടപ്പോൾ നമ്മുടെ ഓഫീസിലുള്ള അങ്ങ് വെട്ടിക്കളഞ്ഞു. അത് പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഈ 4 ലക്ഷം ആൾക്കാർക്ക് നമുക്ക് ഈ 2030 വീടുണ്ടാക്കി കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് 1000 വീട് അനൗൺസ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ 1000 വീട് അനൗൺസ് ചെയ്തിരിക്കുക. ശരിക്കും അതിൽ 10-200 വീടിനുള്ള ആളായി കഴിഞ്ഞു. ചിലപ്പോൾ ഒരു 2030-32 ആകുമ്പോൾ എല്ലാവരും സഹകരിച്ചാൽ കേരളത്തിൽ വീടില്ലാത്ത ആരും ഉണ്ടാകില്ല. ഇതൊക്കെ ഒരു മാറി വരുന്ന മാധ്യമത്തിൻ്റെ ഒരു റോളാണ്. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ഈ മാധ്യമം എൻ്റെ കയ്യിലില്ലെങ്കിൽ എനിക്കൊരിക്കലും ഇത് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് ഈ എത്രയോ ആളുകൾ ഇപ്പോൾ ചെല്ലാനത്ത് 2-3 വീടിടിഞ്ഞ് വീണു. അപ്പോൾ അതിനകത്ത് ഒരു വീട്ടമ്മ നിന്നിങ്ങനെ പറയുകയാണ്, ഇങ്ങനെ ഇനി എന്നാണ് സർക്കാരിൽ നമുക്കൊരു വീട് അനുവദിച്ച് വെയിലും മഴയും ഏൽക്കാതെ ഞങ്ങൾ കിടക്കാൻ പറ്റുക. ഞാൻ ആ റിപ്പോർട്ടർ വിളിച്ച് അവർക്ക് 3 വീട് വെച്ച് കൊടുക്കാമെന്ന് പറയാൻ പറഞ്ഞു. നമുക്ക് ഈ ഒരു മാധ്യമത്തിൻ്റെ ശക്തി കൊണ്ട് ഈ 3 വീട് പണിയിച്ചു കൊടുക്കാൻ പറ്റും. അതിൻ്റെ പണി ഉടനെ തുടങ്ങും. അപ്പോൾ ഞാൻ പറയുന്നത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഒരു മാധ്യമ പ്രവർത്തകന് തീർച്ചയായിട്ടും വേണം. പക്ഷേ അതേസമയം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപജയം ഗൗരിക്കുമൊക്കെ അറിയുന്നത് പോലെ ഈ നാട്ടിൽ വലിയൊരു വാല്യൂ സിസ്റ്റം നമുക്കുണ്ടായിരുന്നു. നേര് പറയുക, നേരെ ചിന്തിക്കുക, അതുപോലെ അഴിമതിയും കൈക്കൂലിയും അങ്ങനെ നമ്മുടെ ശരീരത്തിൽ പുരളാതെ നടക്കുക, നമുക്ക് ഗിഫ്റ്റുകൾ തന്ന് നമ്മളെ സ്വാധീനിക്കാൻ ആളുകൾ ശ്രമിച്ചാൽ ആ വഴി നടക്കാതിരിക്കുക. എത്ര മാധ്യമപ്രവർത്തകരെ കൊണ്ട് ഇത്തരം കാര്യങ്ങളെ പ്രതിരോധിക്കാൻ കഴിയും? കുറേ അധികം കാലം ഗൗരി ഹിന്ദുവിൻ്റെ റിപ്പോർട്ടറായിരുന്നു. ഏതെങ്കിലും ഒരു ധനാഠ്യൻ വിചാരിച്ചാൽ ഗൗരിക്കൊരു ഗിഫ്റ്റ് കൊടുത്ത് ഒരു വാർത്ത മാറ്റിമറിക്കാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നില്ല. കാരണം അതൊരു തലമുറയുടെ ഇതായിരുന്നു. ഞാനിപ്പോൾ കാണുന്നത് ഒരു 3 തലമുറകളെ നമ്മൾ കാണുന്നു മാധ്യമരംഗത്ത്. ഏറ്റവും യങ്സ്റ്റേഴ്സായിട്ടുള്ള ജെൻസി എന്ന് പറയുന്ന ഒരു ജനറേഷൻ ഇപ്പോൾ വന്നു കഴിഞ്ഞു. നമ്മളിപ്പോൾ അവർക്കൊക്കെ മിടുക്കില്ല എന്നൊന്നും പറയാൻ കഴിയില്ല. നമ്മളെക്കാളും ഈ ടെക്നോളജി ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു സൊസൈറ്റിയിൽ അവർ കരുത്തരാണ്. നമ്മളെക്കാളും വളരെ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കും. വളരെ വേഗത്തിൽ അവർക്ക് കാര്യങ്ങളിൽ അവഗാഹത്തോടെ മനസ്സിലാക്കാനുള്ള കഴിവുമുണ്ട്. പക്ഷേ ചില വാല്യൂ സിസ്റ്റം അവർക്ക് ചോർന്നു പോകുന്നുണ്ടോ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ പലപ്പോഴും പറഞ്ഞു, നിങ്ങൾക്ക് ഒരിക്കലേ ഇതൊക്കെ നഷ്ടപ്പെടൂ. നിങ്ങൾ ഒരിക്കൽ ഒരു 100 രൂപ ഒരാളിൻ്റെ കയ്യിൽ കൈക്കൂലിയായി ഒരു വാർത്ത കൊടുക്കുന്നതിന് കൈപ്പറ്റിയാൽ പിന്നെ നിങ്ങളുടെ സംശുദ്ധി ഇല്ലാതായി, എന്നേക്കുമായി നിങ്ങളില്ലാതായി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമുക്ക് ഇത്രയും കാലം ചില ആൾക്കാർ ഇത്രയും കാലം ഞാൻ മദ്യപിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്ന പോലെയല്ല, ഇത്രയും കാലം ഞാൻ കൈക്കൂലി വാങ്ങാതെ ജീവിച്ചു. അല്ലെങ്കിൽ നമുക്ക് ഗൗരി പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, രാവും പകലുമില്ലാതെ നടക്കുന്നൊരു ജോലിയാണ് ഈ മാധ്യമപ്രവർത്തകൻ്റേത്. പലപ്പോഴും എനിക്ക് സ്ട്രീറ്റിലൊക്കെ നിൽക്കുന്ന റിപ്പോർട്ടർ രാത്രി 9 മണിക്കും, നമ്മുടെ നിഖിൽ പ്രമേഷ് ഇവിടെ ഇരിപ്പുണ്ട്, നിഖിൽ പ്രമേഷൊക്കെ 9 മണിക്ക് രാവിലെ 6 മണിക്ക് ഇറങ്ങിയിട്ട് രാത്രിയിൽ 9 മണിക്ക് നിന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ്. ശരിക്കും ഞാൻ ചിലപ്പോഴൊക്കെ ആലോചിച്ചിട്ടുണ്ട്, ഇവരുടെയൊക്കെ കുടുംബത്തിരുന്ന ആളുകൾ എന്തായിരിക്കും ആലോചിക്കുക. വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങിപ്പോയതാണ്, ഇതുവരെയും മടങ്ങി വന്നിട്ടില്ല. ചില കാര്യങ്ങൾ നഷ്ടപ്പെടുത്തി എല്ലാ ത്യാഗവും സഹിച്ച് ഒരു മാധ്യമപ്രവർത്തകന് കിട്ടുന്ന ശമ്പളം വളരെ കുറവാണ്. ചിലർ 20 ലക്ഷം 50 ലക്ഷമൊക്കെ ശമ്പളം വാങ്ങുന്നു എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ വരും. വെറുതെ കൊതിപ്പിക്കുന്നതാണ് കേട്ടോ. നമ്മൾ ഈ ചില ആളുകൾ എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് എത്ര ശമ്പളം കിട്ടുന്നുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കിത്തിരി കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗുണമൊന്നും ഉണ്ടാവത്തല്ലോ. വെറുതെ വീട്ടിൽ കിടക്കും പാചവട്ടി കീറാന്നല്ലാതെ ഉറക്കം വരാതിരിക്കാമെന്നല്ലാതെ വേറെ എന്തെങ്കിലും ഗുണമുണ്ടോന്ന്. അല്ല, ഗുണമില്ല, എന്നാലും ഒന്ന് അറിഞ്ഞിരിക്കാമെന്ന് വെച്ചാൽ. അപ്പോൾ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്രപ്രവർത്തകൻ്റെ ഒരു മാധ്യമപ്രവർത്തകൻ്റെ വില നിലവാരം നിശ്ചയിക്കുന്നത് അയാൾ വാങ്ങുന്ന ശമ്പളത്തിൻ്റെ കണക്കിലാണ് എന്ന് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ചില പോസ്റ്റുകളിലൂടെ ഞാൻ മനസ്സിലാക്കുന്നു. 20 ലക്ഷം ശമ്പളമുള്ള ആൾ ഏറ്റവും നല്ല മാധ്യമപ്രവർത്തകനാകുമോ? മോഹൻലാൽ ഒരു ദിവസം 1 കോടി രൂപ വരുമാനമുള്ള ആളാണ്.
അത് നമ്മൾ കണ്ടിട്ട് അത്ഭുതപ്പെട്ടിട്ട് കാര്യമുണ്ടോ? ഞാനൊരാൾ എന്നോട് ചോദിച്ചു പറഞ്ഞു, നിങ്ങൾ മമ്മൂട്ടിയെക്കുറിച്ചും മോഹൻലാലിനെക്കുറിച്ചും ഓർത്ത് സങ്കടപ്പെട്ടുള്ളൂ, അവർക്ക് 1 കോടി രൂപ ശമ്പളം കിട്ടും. ശമ്പളമാണോ ഒരു പത്രപ്രവർത്തകൻ്റെ അന്തസ്സും മാന്യതയും തീരുമാനിക്കുന്നത്? നമ്മുടെ സമൂഹം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു കോവിഡ് കാലത്തിന് ശേഷം ഈ നമ്മുടെ ചരിത്രത്തെ നമ്മൾ കോവിഡിന് മുമ്പും പിമ്പും എന്ന് വെട്ടിമുറിക്കുകയാണെങ്കിൽ അത്ഭുതപ്പെടുത്തുന്ന മാറ്റമാണ് ഈ സമൂഹത്തിൽ കോവിഡ് വരുത്തിയത്. കോവിഡിന് ശേഷം എല്ലാം മറിയുകയാണ്. അപ്പം നമുക്ക് ഈ ലോകത്തിൻ്റെ ഈ ആഗോള ഗ്രാമത്തിൻ്റെ ഇങ്ങേ തലക്കിൽ കൊച്ചു മണ്ണിലിരുന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ കാര്യങ്ങൾ മാറുന്നു. നമ്മൾ ഇപ്പോഴും നമുക്ക് ധൈര്യത്തോടെ ആത്മാഭിമാനത്തോടെ ഒരു കാര്യം പറയാം, നമ്മുടെ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുടെ സംശുദ്ധി കുറേയെങ്കിലും സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് കേരളത്തിൽ മാത്രമാണ്. കേരളത്തിന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് നെറികേടും കാണിക്കാൻ തയ്യാറായ മാധ്യമപ്രവർത്തകർ എത്രയോ ആൾക്കാരുണ്ട്. മഹാനഗരങ്ങളിലൊക്കെ തന്നെ എല്ലാ അപകടങ്ങളുടെയും മുൻപിൽ ഇവരുണ്ടാകും. എന്നാൽ അതൊന്നുമല്ല കേരളത്തിലെ ആളുകൾ. അപ്പം ഞാൻ ഒരുപാട് നീട്ടിക്കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. ചില ആൾക്കാർ പറയും, വൃത്തികെട്ട ജനതയ്ക്ക് അവരർഹിക്കുന്ന ഒരു ഭരണപക്ഷമേ കിട്ടൂ എന്ന ആളുകൾ പറയാറുണ്ട്. അതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. കാര്യം പലപ്പോഴും ഈ കാര്യങ്ങളുടെ മുഖച്ഛായ മാറ്റിക്കളയുന്നതിൽ ഈ മാധ്യമങ്ങൾക്ക് നല്ല പങ്കുണ്ട്. ഞാൻ ചെറിയൊരു ഉദാഹരണം കൂടി പറയാം. ഡൽഹിയിലെ ഗോദാവരി ഫ്ലാറ്റിൽ കണ്ണൂരിലെ കെ സുധാകരൻ ഇന്ന് കണക്കൂട്ടുകയായിരുന്നു കാര്യങ്ങൾ. അപ്പോൾ ദൂരെ നിൽക്കുന്ന നമുക്ക് വിടാൻ പറ്റുമോ? നമ്മൾ മാറിയും തിരിഞ്ഞും മറിഞ്ഞും കെ സുധാകരൻ്റെ മനസ്സെടുത്ത് മലക്കെ തുറന്നു വെച്ചു. അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും, ഖഡ്ഗെ ഇപ്പോൾ അദ്ദേഹത്തെ ഒന്ന് കാണാൻ സാധ്യതയുണ്ട്, KC വേണുഗോപാൽ അതുവഴി പോയിട്ടുണ്ടാകും, അടൂർ പ്രകാശിന് സീറ്റ് കിട്ടുമോ? നമ്മളെ ഒരു 3 ദിവസം സുധാകരനെ അങ്ങ് പെരുമാറി. അവസാനം സുധാകരൻ ഗോദാവരി ഇറങ്ങി പുറത്തോട്ട് പറഞ്ഞു, ഞാൻ വിധേയനായ ഒരു പാർട്ടി പ്രവർത്തകനാണ്, ചതിച്ചല്ലോ എന്നും പറഞ്ഞ് ഞാൻ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ നെഞ്ചത്തടിച്ചു പോയി. കാര്യം എൻ്റെ സുധാകരേട്ട ഒന്നും പറയാതെ നിങ്ങൾ കാറിലെ ഷട്ടറിട്ട് പോയിരുന്നെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെട്ടു പോയേനെ. ഞങ്ങൾ 3 ദിവസം അലക്കിയതുകൊണ്ടുള്ള ഒരു ഗുണമെന്താണെന്നറിയാമോ? ഈ നേതൃനിരയിൽ പ്രവർത്തിക്കുന്ന പല ആളുകൾക്കും ഒരു തത്വദീക്ഷയിൽ അടിസ്ഥാനമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം ഇല്ല എന്ന് സംശയിക്കാൻ സാധാരണക്കാരായ ആൾക്കാരെ ഇത് പ്രേരിപ്പിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ സംശയിക്കുന്നു. കാരണം ഈ തെരഞ്ഞെടുപ്പ് വന്നു, അടിക്കടി തെരഞ്ഞെടുപ്പ് വരുന്നു. ഒരു ഇലക്ഷൻ ഫാറ്റിഗ്, ഒരു ക്ഷീണം ആളുകൾക്ക് അനുഭവപ്പെടുന്ന രീതിയിൽ തെരഞ്ഞെടുപ്പ് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഒരു സംശുദ്ധിയുള്ള ഒരാളെ, അഴിമതി കാണിക്കാൻ സാധ്യതയില്ലാത്ത ഒരാളെ ജയിപ്പിച്ചു വിടണം, ഈ നാടിന് ഗുണം ചെയ്യുന്നതിന് ജയിപ്പിച്ചു വിടണമെന്ന് ആളുകൾ വിശ്വസിക്കുന്ന ഒരു കാലം ഇപ്പോഴും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർക്കൊക്കെ തന്നെ അവരുടെ വിശ്വാസങ്ങളിലാണ് ഇളക്കം തട്ടുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത്, ഈ സൊസൈറ്റി നമുക്കിപ്പം ഇഷ്ടം പോലെ നല്ല റോഡുകളുണ്ട്. ഇനി നമ്മൾ വയനാട്ടിൽ കയറാൻ കോഴിക്കോട് നിന്ന് ഇറങ്ങി നമ്മൾ തുരങ്കത്തിൽ കൂടെ കുനിഞ്ഞു പോയാൽ മതി. അങ്ങനെയുള്ള ഒരുപാട് സൗകര്യങ്ങൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുക. റോഡുകളും ഒക്കെ വികസനത്തിൻ്റെ ലക്ഷണം തന്നെയാണ്. അതിനിടയിൽ ആളുകൾ പറയുന്നുണ്ട്, ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് 1.5 കോടി 25 ലക്ഷം രൂപയുടെ കടം കാണുമെന്ന്. കുട്ടികൾ ജനിക്കാതിരുന്നാൽ പിന്നെ പ്രശ്നം തീരുമല്ലോ. അത് ഞാൻ അങ്ങനെ ആലോചിച്ചു. അപ്പോൾ ഇത് ജനിക്കാൻ പോകുന്ന കുട്ടികൾ കൂടി ഇത്രയും കൂടുതൽ കടം ഉണ്ടാകുന്ന ഒരു സൊസൈറ്റിയിൽ നമുക്ക് ഒരു രീതിയിൽ, അതായത് നമുക്കുള്ള ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വാർത്താ ചാനലുകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ പരസ്യങ്ങൾ കൊണ്ട് മാത്രം ജീവിച്ചു പോകുന്ന ഈ വാർത്താ ചാനലുകൾ പരസ്യങ്ങൾ നിയന്ത്രിക്കുകയും പരസ്യ വരുമാനത്തിൽ കാര്യങ്ങൾ ഊന്നി നിൽക്കുകയും ചെയ്യുന്ന ഒരു സമയത്ത് ഒരുപാട് വിട്ടുവീഴ്ചകൾ, ഞാൻ തുറന്നു പറയുകയാണ്, കോംപ്രമൈസുകൾക്ക് നമ്മൾ തയ്യാറാകും. പക്ഷേ ആ കോംപ്രമൈസുകൾക്കപ്പുറം ഈ സമൂഹത്തിൽ നന്മയുടെ വെളിച്ചമെത്തിറാൻ ഒരു നിമിഷമെങ്കിലും നമുക്ക് കഴിഞ്ഞെങ്കിൽ അത് തന്നെ വലിയ കാര്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു മനുഷ്യൻ നമ്മൾ ഈ സമൂഹത്തിൽ പിറവിയെടുക്കുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ ജീവിത സാഹചര്യവും എല്ലാം നൽകുന്നത് ജനങ്ങളുടെ നികുതിപ്പണത്തിൻ്റെ കയ്യിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു നികുതിപ്പണത്തിൽ വളർന്ന് ആൽമരം പോലെ നമ്മളിങ്ങനെ വളർന്ന് പന്തലിച്ച് കഴിയുമ്പോൾ എനിക്ക് ഈ സമൂഹത്തോട് കടപ്പാടും ബാധ്യതയുമില്ല എന്ന് പറയുന്നവരോട് എനിക്ക് യാതൊരു ആദരവുമില്ല. നമുക്കറിയാം, ഇന്ന് ഈ ഗൾഫ് നാടുകളിലൊക്കെ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധി ഘട്ടങ്ങളിൽ എത്രയോ ആളുകളുണ്ടെന്നറിയോ നമ്മുടെ മണ്ണിനെ തിരിച്ചറിഞ്ഞ് മടങ്ങി വരണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ ഇവിടെ വന്നാൽ കെട്ടിത്തൂങ്ങി ചാകുന്ന സാഹചര്യം ഉണ്ടാകും എന്നവർക്ക് അറിയാവുന്നത് കൊണ്ട് അവരവിടെ തുടരുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്തായാലും ഇപ്പോൾ എൻ്റെ കാര്യം ഞാൻ വ്യക്തിപരമായി പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാവിധമായ ഈ ടെലിവിഷൻ്റെ പത്രാസുകൾക്കും പളവളപ്പുകൾക്കും അപ്പുറം ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് അവൻ്റെ ഇരുട്ട് നിറഞ്ഞ പാതകളിൽ ഒരിത്തിരി ടോർച്ച് ലൈറ്റ് തെളിക്കാൻ കഴിയുവാണെങ്കിൽ ആ ടോർച്ച് പിടിക്കാൻ ഞാനും ഉണ്ടാകും എന്നുള്ളത് മാത്രം ഞാൻ പറയാം. സമൂഹ മാറ്റം എന്ന് പറയുന്നത്, മാറ്റങ്ങൾ അനിവാര്യമാണ്. മാറിക്കൊണ്ടേയിരിക്കും സമൂഹം. വലിയ ഒരു പക്ഷേ നമ്മൾ പക്ഷേ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾക്ക് പ്രവീൺ മോഹനൊക്കെ പറഞ്ഞതുപോലെ ഈ കുത്തകകൾ
വലിയ സ്വാധീനം ചെലുത്തുന്ന ഒരു മാധ്യമരംഗമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നമുക്കറിയാം, ഇന്ത്യയിലെ 70% ടെലിവിഷൻ ചാനലുകളും ഇപ്പോൾ മുകേഷ് അംബാനിയുടെ കയ്യിലാണ്. മുകേഷ് അംബാനി എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പോകും. കേരളത്തിലെ കേബിൾ ഓപ്പറേറ്റേഴ്സിനെ കൂടി ഇവർക്ക് വിലക്കെടുക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ സൗന്ദര്യബോധം എന്തെന്ന് മുകേഷ് അംബാനി തീരുമാനിക്കുന്ന ഒരു കാലം വരും. ഒരുപക്ഷെ ഏറ്റവും അപകടം പിടിച്ച ഒരു കാലമായിരിക്കും. ഞാനൊരു സ്വകാര്യം കൂടി പറയാം. ഞാൻ ഈ ടോക്ക് ഷോ ആരംഭിച്ചപ്പം എനിക്ക് ഒരു കടലാസ് കിട്ടി. അതായത് ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്ത നമ്മൾ തമ്മിലുള്ള നഗ്നമായ കോപ്പിയാണിത്. അതുകൊണ്ട് നിങ്ങളുടെ സ്ഥാപന ജംഗമ സ്വത്തുക്കൾ ജപ്തി ചെയ്യാനുള്ള വകുപ്പ് കോപ്പിറൈറ്റ് വയലേഷൻ കേസ് ഞാൻ തിരിച്ചൊരു സ്ഥാനം അയച്ചു കൊടുത്തു. ഏഷ്യാനെറ്റിൻ്റെ കാൽനാട്ട് കർമ്മത്തിന് സ്ഥാനം ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ തുടങ്ങിയ ഒരു ടോക്ക് ഷോ പിന്നീട് ഞാനത് വേറെ രീതിയിൽ തുടങ്ങുകയും ഇങ്ങനെയൊരു ടോക്ക് ഷോ നടത്താൻ ഇന്ത്യൻ കോപ്പിറൈറ്റ് ബോർഡിൽ നിന്ന് അവകാശം സമ്പാദിക്കുന്ന ഒരാൾ നിങ്ങളുടെ കുത്തക ഭരണത്തിന് നേരെ എന്ത് ചെയ്തു എന്നാണ് നിങ്ങൾ പറയുന്നത്. ഞാൻ നീട്ടിപ്പിടിച്ചൊരു സാധനം അങ്ങോട്ട് അയച്ചു കൊടുത്തു. മാത്രമല്ല, എൻ്റെ അനുവാദമില്ലാതെ നിങ്ങളുടെ OTT പ്ലാറ്റ്ഫോമുകളിൽ എൻ്റെ പടം വെച്ച് നിങ്ങൾ ടോക്ക് ഷോ അച്ചടിച്ചതിന് നിങ്ങളുടെ പേരിൽ ക്രിമിനൽ ചട്ടങ്ങൾ പ്രകാരം കേസ് കൊടുക്കുന്നതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞ് അങ്ങോട്ടൊരു മറുപടി കൊടുത്തു. ഇതുവരെ റിപ്ലൈ വന്നിട്ടില്ല. മാത്രമല്ല, എന്നെ പറഞ്ഞ് പറ്റിച്ചെന്ന് പറഞ്ഞു. ടോക്ക് ഷോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവസാന സമയത്ത് നിങ്ങൾക്ക് ജീവിക്കാനുള്ള പണം തരാമെന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിച്ച സ്ഥാപനമാണിത് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു മറുപടി അയച്ചു കൊടുത്തു. അത്രയും പറ്റിച്ചിട്ടില്ല കേട്ടോ. പറയുമ്പോൾ നമ്മളെ കുറിച്ച് കടുപ്പിച്ച് പറയണമല്ലോ, പൊലിപ്പിച്ചടിച്ചത് കൊടുത്താൽ ഇതുവരെ മറുപടി വന്നിട്ടില്ല. കാരണം അതിലൂടെ എൻ്റെ ഒരു ആഹ്ലാദം എന്താ എന്നറിയാമോ, ഈ 70% ചാനലും സ്വന്തമാക്കിയ അംബാനിക്കൊരു മറുപടി. എന്താ സുഖമാത്. നമുക്ക് ആ ഒരു സുഖത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടാൽ പോയി. എന്തായാലും നിങ്ങളുടെ ഈ സംസ്ഥാന സമ്മേളനത്തിൽ ഞാൻ എല്ലാവിധമായ ആശംസകളും നേരുന്നു. ഈ സാമൂഹിക പരിണാമം അത് നടക്കുന്ന വഴിയിൽ ഒരു മാധ്യമത്തിന് എന്ത് ചെയ്യാൻ കഴിയുമോ ആ ആൾക്കൂട്ടത്തിൻ്റെ കൂടെ ഞാനും ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം വിരമിക്കുന്നു. മാത്രമല്ല, ഗൗരി എന്നോട് ഒരു സ്വകാര്യം പറഞ്ഞിരുന്നു, അത് വെളിപ്പെടുത്താൻ നിർവാഹമില്ല. താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.